നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിസ്സാര ലാഭം നോക്കി വ്യാജ സൈറ്റുകളിലൂടെ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് വഞ്ചിതരാകരുതെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ്. ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ആവർത്തിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്നവർ ബന്ധപ്പെട്ട എയർലൈനിന്റെയോ അംഗീകൃത ട്രാവൽ ഏജൻസികളുടെയോ വെബ്സൈറ്റ് തന്നെ ഉപയോഗിച്ചിരിക്കണം. കഴിയുമെങ്കിൽ നേരിട്ട് തന്നെ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ഉചിതമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വ്യക്തിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ടിക്കറ്റ് റീഫണ്ട് ആക്കുകയാണ് വ്യാജ സൈറ്റുകൾ ചെയ്യുക. ഇക്കാര്യം ചെക്ക് ഇൻ കൗണ്ടർ ഉദ്യോഗസ്ഥർ പറയുമ്പോഴാകും യാത്രക്കാർ അറിയുക. പ്രാദേശിക ഓഫീസോ മറ്റോ ഇല്ലാത്ത വെബ്സൈറ്റുകൾക്കെതിരെ നിയമ നടപടിയെടുക്കാനും സാധിക്കാതെ വരുന്നു. ചിലർക്ക് വൻതുക നൽകി അവസാന നിമിഷം വിമാനത്താവളത്തിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ടി വരികയാണ്. ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്ത പലർക്കും ഇങ്ങനെ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങേണ്ടി വന്നിട്ടുമുണ്ട്. ഇത്തരത്തിൽ പിന്നീട് എയർലൈനുകളുടെ പ്രാദേശിക ഓഫീസിനെ സമീപിച്ചാലും ഇടപാട് വെബ്സൈറ്റുമായതിനാൽ ഫലം ഉണ്ടാകില്ല. 4 അംഗ കുടുംബത്തിന് വേനലവധിക്ക് നാട്ടിൽ പോയി വരാൻ 10,000 ദിർഹമാണ് ശരാശരി നിരക്കെങ്കിൽ ചില ഓൺലൈനുകൾ 9,500 ദിർഹമെന്ന് വാഗ്ദാനം ചെയ്യും. 500 ദിർഹത്തിന്റെ ലാഭം നോക്കി അപരിചിത വെബ്സൈറ്റിൽ ക്രെഡിറ്റ് കാർഡ് നമ്പരും OTPയും നൽകി ടിക്കറ്റ് എടുക്കും. സുരക്ഷിതമല്ലാത്ത വെബ്സൈറ്റിലെ ഇടപാടുകളിലൂടെ ക്രെഡിറ്റ് കാർഡ് ഹാക്ക് ചെയ്യപ്പെടാനും സാധ്യതയുണ്ടെന്ന് എയർലൈൻ അധികൃതർ വ്യക്തമാക്കി. അംഗീകാരമില്ലാത്ത ട്രാവൽസുകളും പണം ഈടാക്കി മുങ്ങിയ ഉദാഹരണങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഓൺലൈനിലെ നിരക്ക് നോക്കി ട്രാവൽ ഏജൻസികളോട് വിലപേശി വില കുറച്ച് ടിക്കറ്റ് എടുക്കുന്നവരുമുണ്ട്. ഏത് സ്ഥാപനമാണെങ്കിലും വിശ്വാസയോഗ്യമാണെന്ന് ഉറപ്പാക്കിയ ശേഷമേ ഇടപാട് നടത്താവൂ എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മികച്ച ഓൺലൈൻ സേവനം നൽകുന്ന പൊതു വെബ്സൈറ്റുകളുമുണ്ട്. എന്നാൽ പ്രമുഖ വെബ്സൈറ്റുകളോട് സാമ്യമെന്ന് തോന്നും വിധം 1-2 അക്ഷരം മാറ്റി വെബ്സൈറ്റ് നിർമ്മിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നവരും ധാരാളമാണ്. ഇതുപോലെ സുരക്ഷിത വെബ്സൈറ്റുകളുടെ വിശ്വാസ്യത തിരിച്ചറിഞ്ഞു വേണം ഇടപാട് നടത്താൻ. പലവിധ പരിശോധനകൾ നടത്തി അംഗീകരിച്ച വെബ്സൈറ്റുകളാണെന്ന് അവ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.